വേനൽ ചൂട് കടുക്കുന്നുണ്ടെങ്കിലും പത്തനംതിട്ടയിലെ അടവി ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ തിരക്കൊഴിയുന്നില്ല. കത്തുന്ന വെയിലിൽ നിന്നും രക്ഷ തേടി വനത്തിന്റെ കുളിമയിലേക്കും കല്ലാറിലെ തെളിനീരിലേക്കും എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. വേനലിലും വറ്റാത്ത കല്ലാറിലെ കുട്ടവഞ്ചി സവാരിയാണ് സഞ്ചാരികളെ പ്രധാനമായും ആകർഷിക്കുന്നത്. വേനൽ ചൂടിൽ നാട് ചുട്ടുപൊള്ളുമ്പോൾ വനത്തിന്റെ തണലും നദിയുടെ തണുപ്പും തേടി സഞ്ചാരികൾ പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലേക്ക് വണ്ടി തിരിക്കുകയാണ്. അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രമാണ് ഇവിടെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയിരിക്കുന്നത്. വനത്തിനുള്ളിലൂടെ ഒഴുകുന്ന കല്ലാറ്റിലെ കുട്ടവഞ്ചി സവാരി വേനൽ ചൂടിനെ മറക്കാൻ മികച്ചൊരനുഭവമാണ് നൽകുന്നത്. അതൊരു ആർട്ടിഫിഷ്യൽ രീതിയിൽ ഇതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഏത് കാലത്ത് വന്നാലും നമുക്കത് എൻജോയ് ചെയ്യാന്നുള്ളൊരു സിസ്റ്റമാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടവഞ്ചി ഒരു വേറിട്ടൊരു അനുഭവം തന്നെയാണ്. കാരണം നമ്മുടെ പ്രകൃതിയോട് അടുത്ത് നമ്മുടെ ഒരു കല്ലാറിൻ്റെ ഭംഗി നമ്മളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ തന്നെ അത് കൊണ്ടുപോയി നല്ലൊരു റൈഡായിരുന്നു. എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റും. വേനൽക്കാലത്ത് കല്ലാറ്റിൽ ഇത്രയും വെള്ളമുണ്ടെന്ന് കരുതിയല്ല മിക്കവരും എത്തുന്നത്. വനഭംഗി ആസ്വദിച്ച് പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര ഓരോ സന്ദർശകനും അവിസ്മരണീയ അനുഭവമാണ് നൽകുക. നേച്ചറിന് കിട്ടുന്ന ഒരു പ്യുവർ എയറും ഓക്സിജനും എല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ല ഒരു 20 മിനിറ്റിൻ്റെ ട്രാവലിംഗ് ആണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. വേനൽ കടുത്തതോടെ കല്ലാറ്റിൽ ജലനിരപ്പ് കുറവാണെങ്കിലും സവാരിക്കത് തടസ്സമാകുന്നില്ല. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ജീവനക്കാരും സജീവമാണ്. വേനലാണെങ്കിലും ശരിക്ക് ആൾ വരുന്നുണ്ട്. ഇവിടെ അരമണിക്കൂർ നേരത്തെ റൈഡ് മാത്രമേ ഉള്ളൂ. ലോങ് ഇന്നിപ്പം വെള്ളക്കുറവായതുകൊണ്ട്. കാടിൻ്റെ വന്യതയും ആറിൻ്റെ കുളിർമയും ഒത്തുചേരുന്ന അടവി ഇവിടെ എത്തുന്നവർക്ക് ഒരു നവോന്മേഷമാണ് പകരുന്നത്. കടുത്ത വേനലിലും സഞ്ചാരികളെ ആകർഷിക്കുകയാണ് പത്തനംതിട്ട അടവി ഇക്കോ ടൂറിസവും അവിടുത്തെ കുട്ടവഞ്ചി സവാരിയും. നിരവധി സഞ്ചാരികളാണ് ഓരോ ദിവസവും ഇവിടേക്ക് എത്തുന്നത്. ക്യാമറാമാൻ രതീഷ് മാടമ്പശ്ശേരിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.